ആഗോള വിപണിയിൽ 200 പിന്നിട്ട് റബ്ബർ വില കുതിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ ബാങ്കോക്ക് വിപണിയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിപ്പിക്കാൻ ഇടപെടാത്ത കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും കള്ളക്കളി തുടരുകയാണ്. ഇന്നലെ ആഗോള വിപണിയിൽ 1 കിലോ റബ്ബറിന് 200 രൂപയായിരുന്നു വില. ഇതിനു മുമ്പ് 2012 മാർച്ചിലായിരുന്നു സമാനമായ രീതിയിൽ ആഗോള മാർക്കറ്റിൽ വില വർദ്ധിച്ചത്. അന്ന് കോട്ടയം മാർക്കറ്റിൽ 1 കിലോ റബ്ബർ വില 238 രൂപയായിരുന്നു. 2012 സമാനമായ സാഹചര്യത്തിലൂടെയാണ് റബ്ബർ വ്യാപാര മേഖല ഇപ്പോൾ കടന്നുപോകുന്നത്. ആഗോള വിപണിയിൽ 200 രൂപ പിന്നിട്ട ഇന്നലെ റബ്ബർ ബോർഡ് നിശ്ചയിച്ച വില 168 രൂപ. ടയർ കമ്പനികൾ റബ്ബർ സംഭരിച്ചത് 165 രൂപയ്ക്ക്. ഇടനിലക്കാർ കർഷകരിൽ നിന്നും റബ്ബർ ശേഖരിച്ചത് 162 രൂപയ്ക്ക്. വിപണിയിൽ ഇടപെടാത്ത റബ്ബർ ബോർഡിന്റെ നടപടിയാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നതെന്ന് മന്ത്രി VN വാസവൻ പറയുന്നു. ഉത്തരപൂർവ്വ ഭാരതത്തിലെ ചില മേഖലകളിൽ റബ്ബർ കൃഷി ആരംഭിച്ചിടത്തൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം ഈ കാര്യത്തിൽ വിവേചനാപൂർണമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോഴും 162 രൂപയാണ് നമുക്ക് ആഭ്യന്തര മാർക്കറ്റിൽ RSS 4ൻ്റെ വില കിട്ടുന്നത്. ഇത് യഥാർത്ഥത്തിൽ റബ്ബർ ബോർഡിൻ്റെ തികഞ്ഞ അനാസ്ഥയും കെടുകാര്യസ്ഥതയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനമാണ് ഈ ലോക വിപണിയിൽ ഇത്രത്തോളം വില ഉയർന്നപ്പോഴും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില ഉയരാതെ നിൽക്കുന്നത്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ഗൗരവപൂർവ്വം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 1 കിലോ റബ്ബറിന് ഇറക്കുമതി ചുങ്കം 30 രൂപയാണ്. 15 രൂപ ഇറക്കുമതി ചെലവ് കണക്കാക്കിയാൽ 1 കിലോ റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ ടയർ കമ്പനികൾക്ക് ഏറ്റവും കുറഞ്ഞത് 245 രൂപ ചെലവ് വരും. രാജ്യത്തെ കർഷകർക്ക് 1 കിലോ റബ്ബറിന് 75-80 രൂപ അധികമായി ലഭിക്കേണ്ട സമയമാണിപ്പോൾ. അപ്പോഴാണ് റബ്ബർ ബോർഡിൻ്റെ ഒത്താശയിൽ ടയർ കമ്പനികൾ തീവട്ടിക്കൊള്ള നടത്തുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.